കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖലയെ തരം താഴ്ത്താനും തകർക്കാനും അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു ലോബി തന്നെ രംഗത്തുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ചില പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞതായും ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ ആശുപത്രികളെ മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പൂക്കോട്ടുകാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലുവഴി ശബരി AUP സ്കൂളിൽ സംഘടിപ്പിച്ച മുൻ MLA AP ബാലൻ അനുസ്മരണ സമ്മേളനവും SSLC +2 വിജയികൾക്കുള്ള അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു പ്രമുഖ സർക്കാർ ആശുപത്രിയിൽ താൻ നടത്തിയ പരിശോധനയ്ക്കിടയിൽ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകൾ മന്ത്രി വേദിയിൽ പങ്കുവച്ചു. രോഗികൾക്കും ജീവനക്കാർക്കും ഏറെ ഉപകാരപ്പെടേണ്ട ഒരു വലിയ മുറി മുഴുവൻ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഉപകരണങ്ങളും സാധനങ്ങളും കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന നിലയിലാണ് കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ സിസ്റ്റം തകരാറിലാക്കാൻ ശ്രമിച്ചാൽ പിന്നെങ്ങനെയാണ് സർക്കാർ ആശുപത്രികൾ മികച്ച നിലവാരത്തിലേക്ക് ഉയരുക? കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഇത്തരത്തിൽ കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ സർക്കാർ ആശുപത്രികളെ മോശമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നു. ഭാഗത്തോളം കഴിഞ്ഞ 10 വർഷം കാലം ചെയ്ത കോളേജായി. അതാണ് മാഷ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ അവിടെ താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോ ഒരു മുറിയിൽ മുഴുവൻ സാധനങ്ങൾ വാങ്ങി കൂടിയിരിക്കുകയാണ്. ഒളിച്ചിട്ട് പോലുമില്ല. മോഡേൺ എക്യുപ്മെന്റ്സ് നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് കിട്ടിയത്, CSR ഫണ്ട് ഉപയോഗിച്ച് കിട്ടിയത്, ഇതൊക്കെ അടച്ചു കൂട്ടുന്നുണ്ടപ്പോൾ ഞാൻ തീരുമാനിക്കാൻ ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമല്ല. ഞാൻ മറ്റേ കാര്യം ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി അന്വേഷിക്കണം. അതിനാണ് 4 കമ്മിറ്റിയെ 5 കമ്മിറ്റികൾ. 1 പ്രിൻസിപ്പൽ സെക്രട്ടറി, 2 അഡീഷണൽ സെക്രട്ടറി, 3 നാഷണൽ ഹെൽത്ത് മിഷന്റെ ഡയറക്ടർ, DME, DHS, 3 IAS ഉദ്യോഗസ്ഥന്മാരും 2 വകുപ്പ് നേതാക്കളും. നിങ്ങൾ അന്വേഷിക്കും. എത്ര സമയം ഇങ്ങനെ കോടികൾ നശിപ്പിക്കുമ്പോൾ ഇതൊക്കെ കണ്ടെത്താൻ കഴിയും. സിസ്റ്റത്തിൽ തകരാറുണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് സാധിക്കില്ലെങ്കിൽ പിന്നെ മന്ത്രിയുടെ ആവശ്യമില്ല. ഈ ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി അന്നേ ദിവസം തന്നെ 5 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ സ്റ്റാഫിനെ നീട്ടിക്കൊടുക്കുന്നത് ഇതൊക്കെ സിസ്റ്റത്തിന് തകരാറ് വന്നാൽ ആ സിസ്റ്റം ശരിയാക്കണം. ഏത് സിസ്റ്റം തകരാറാവും? ഐടിയിലും സിസ്റ്റം തകരാറാവേണ്ടി എടുക്കും. എനിക്ക് അതിന്റെ സിസ്റ്റം ചെയ്യാനാവും. അതോടൊപ്പം തന്നെ മോഡേൺ ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആരോഗ്യ വകുപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ എന്റെ ഓഫീസിൽ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിരന്തരങ്ങളുടെയും നമ്പർ ഉൾപ്പെടെ ഇവിടെ വന്നത് 10-15 ചെയ്യാനായി. നിങ്ങൾ ഞാൻ മന്ത്രിക്ക് കൊടുത്തു. എന്തായി? അത് ഉൾപ്പെടെ അപ്പോൾ തന്നെ അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിന്റെ നടപടിയെ സ്വീകരിക്കാനുള്ള സംവിധാനം ഓഫീസിൽ കഴിഞ്ഞ 50 ദിവസത്തെ നേട്ടത്തിന്റെ പട്ടിക ഞാൻ ഇന്നലെ പുറത്തിറക്കി. KSSPA പൂക്കോട്ടുകാവ് മണ്ഡലം പ്രസിഡന്റ് V മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ VC കബീർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, കോൺഗ്രസ് പൂക്കോട്ടുകാവ് മണ്ഡലം പ്രസിഡന്റ് കല്ലുവഴി ശങ്കരനാരായണൻ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങുംതോട്ടത്തിൽ, UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ P ഗിരീശൻ, KSSPA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ശാന്തകുമാരി, രുക്മിണി, പൂക്കോട്ടുകാവ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ AP, KSSPA നേതാക്കളായ കുഞ്ഞൈമു, MP ശ്രീദേവി, കാർത്യായനി, KSSPA പൂക്കോട്ടുകാവ് മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണൻ PC, ഗജാൻജി സത്യവതി എന്നിവരും പങ്കെടുത്തു.
കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.